RCBയുടെ ഫീസൂരി രാജസ്ഥാൻ. ഏത് RCB? എവിടുത്തെ RCB? RCBനൊക്കെ തട്ടി. ആര് തട്ടി? വൈഭവ് സൂര്യവംശി തട്ടി. സോ എനിക്ക് തോന്നുന്നു ഈ രാജസ്ഥാന്റെ മെയിൻ പണി വലിയ വലിയ ടീംസ് ഇല്ലേ, CSK, മുംബൈ, RCB, ഇവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഊക്കി വിടുക. അതാണ് നടക്കുന്നത്. സഞ്ജു സാംസൺ പോയതോടുകൂടി RCB നന്നായി, നമ്മൾ പെടുകയും ചെയ്തു. എടേ ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അതായത് RCBയുടെ ബാറ്റിങ്ങിനെ പറ്റിയിട്ട്, അവരുടെ മെന്റാലിറ്റിയെ പറ്റിയിട്ട്. ഞാൻ വിചാരിച്ചു മേ ബി വൈഭവ് സൂര്യവംശിയും അതേപോലെ തന്നെ ജയ്സ്വാളും കൂടിയിട്ട് ആദ്യത്തെ അവരൊരു ഫയർ ക്രാക്കിംഗ് ഷോ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. എടാ ചെറുക്കൻ മിനി ബോംബൊന്നും അല്ല, ആട്ടം ബോംബ്. സോ വൈഭവ് സൂര്യവംശിക്ക് ബോളേഴ്സ് ബോൾ ചെയ്യുമ്പോൾ എന്തിനു ടെൻഷൻ അടിക്കണം? നിങ്ങൾ എങ്ങനെ ഇട്ടാലും ആ ചെക്ക പൂശി വിടും. ബുംറ, ഭുവനേശ്വർ കുമാർ, ഹേസൽ വുഡ്, എടാ ചെറുക്ക അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളേഴ്സ് ആണ്. കുറച്ച് റെസ്പെക്ട് കൊടുക്ക്. ചെക്കൻ വീഡിയോ ഗെയിമിൽ ബിഗിനർ മോഡ് ഇട്ട് അടിക്കുന്ന പോലെ അടിക്കുന്നത്. ഏത് കളിയാണ് ചെറുക്കൻ അടിക്കാതിരിക്കുന്നത്? ഇനി വരാൻ പോകുന്ന കാലഘട്ടം എങ്ങനെ വെച്ചാൽ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കാണാൻ വേണ്ടി ആൾക്കാർ കളി കാണും. ആ ഒരു സിറ്റുവേഷനിലോട്ടാണ് പോണ്. എജാദി പ്ലെയർ, ഹാറ്റ്സ് ഓഫ് ടു യു. പിന്നീട് അങ്ങട് ഇതൊരു ത്രില്ലർ സിനിമ പോലെ. ജയ്സ്വാൾ ഔട്ട്, സൂര്യവംശി ഔട്ട് ആയപ്പോഴേക്കും ഇറക്കി വിട്ടിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസ് ടീമിത്തെ വാഴ. രാജസ്ഥാൻ റോയൽസിൽ ഒരേ ഒരു വാഴയേ ഉള്ളൂ, ഹെറ്റ് മയർ. അറിഞ്ഞിട്ട പേരാണ്, ഹെറ്റ് മയർ. സിമ്പിളായി ക്യാച്ച് കൊടുത്തു പോയിരിക്കുന്നു. എനിക്കിവിടെ ഇപ്പം വെസ്റ്റ് ഇൻഡീസ് ടീമിത്തെ ദുരന്തരാണെന്ന് തോന്നുന്നു. ആ ധ്രുവ് ജുരലിന്റെ കളി, ദാറ്റ് വാസ് എൻ ആങ്കറിംഗ് നോക്ക്. ആങ്കറിംഗ് നോക്കാണെങ്കിലും ഓൾമോസ്റ്റ് 200 ഉണ്ട് സ്ട്രൈക്ക് റേറ്റ് ആൾക്ക്. ആള് നിന്നുകൊണ്ടാണ് കളി ജയിച്ച്. വൈഭവ് സൂര്യവംശിയുടെ ഇന്നിങ്സ് എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നോ അത്ര ഇമ്പോർട്ടന്റ് തന്നെയായിരുന്നു ധ്രുവ് ജുറലിന്റെ ഇന്നിങ്സും.